ഫാഷൻ വീക്ക് ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റെഗുലർ വിയർ സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ കോട്ടൺ ഹെക്കോബ പാറ്റേണിലാണ് വരുന്നത്. ബട്ട് കോട്ടൺ ഹെക്കോബ അല്ല. സോ ഇത് നമുക്ക് വാഷബിൾ ആണ്. അങ്ങനെ കളറൊന്നും പോകുന്ന ടൈപ്പില്ല. കോട്ടൺ ഫാബ്രിക്സ് വരുമ്പം കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ കളർ പോകും. ഇത് നമുക്ക് കളറൊന്നും പോകില്ല. എന്നാൽ ഈ ഒരു ഷിഫ്ലി കൈൻഡ് എംബ്രോയിഡറി വർക്കും യോക്ക് ഇതുപോലെ തിക്ക് എംബ്രോയിഡറി ആണ്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത്. ഇങ്ങനെ പേസ്റ്റിലും ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് സഫാരി പോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഷെയ്ഡ്. ഇതൊരു പിങ്കിന്റെ ടോൺ, ബേബി ബ്ലൂ ഉണ്ട്, ലൈലാക്ക് പിങ്ക് വരുന്നുണ്ട്, ലാവൻഡർ പിങ്ക് വരുന്നുണ്ട്. ഇതൊരു ലൈറ്റ് പീച്ച് പോലത്തെ ഒരു കോമ്പിനേഷൻ. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് കാണാം. ഇതുപോലെ വരും. അതായത് ഇതിന്റെ ടെക്സ്ചർ കണ്ടാൽ നമ്മുടെ കോട്ടൺ ഹെക്കോബയാണെന്ന് തോന്നും. ബട്ട് കോട്ടൺ ഹെക്കോബ അല്ല, ഗുജു സിൽക്ക് ഫാബ്രിക് ആണ്. അതേപോലത്തെ ഒരു ടെക്സ്ചറിൽ നിൽക്കും. എന്നാൽ കുറച്ചുകൂടി സിൽക്ക് കണ്ടന്റ് കൂടിയ ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ്. സിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിഫ് അല്ല, ഫ്ലോയിങ് പാറ്റേണിൽ കിടക്കും. എന്നിട്ട് ഇതേപോലെ മൾട്ടി കളേർഡ് എംബ്രോയിഡറി വർക്ക് ആണ് യോക്കിൽ. ഇതാണ് ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഗഡ്വാൾ ദുപ്പട്ടയിൽ ഫുൾ എംബ്രോയിഡറി വർക്ക്, ബോർഡർ വർക്കും വരുന്നുണ്ട്. ഇതുപോലെ ലീഫും ഒരു എന്താ പറയുക, ഒരു ബട്ടും പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ബോർഡറിൽ കൊടുത്തേക്കുക. കോട്ടൺ ബോട്ടം. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് എല്ലാം പീസ്റ്റലായിട്ട് നിൽക്കുന്ന ടൈപ്പ് കളർ ഷെയ്ഡ്സ് ആണ്. ഭയങ്കര ഡാർക്ക് വരുന്നില്ല. ഫാബ്രിക് പാറ്റേൺ സെയിം. കണ്ടാൽ കോട്ടൺ ഹെക്കോബ ആയിട്ട് തോന്നുമെങ്കിലും കോട്ടൺ ഹെക്കോബ അല്ല. ഇതൊരു വാഷ് ചെയ്യാൻ പറ്റുന്ന, അതായത് കോട്ടൺ ഹെക്കോബയൊക്കെ വാഷ് ചെയ്യുമ്പോൾ കളേഴ്സ് പോകും. ഇങ്ങനെ ഭയങ്കര കളറിലായിരിക്കും നമ്മൾ ഡൈ ചെയ്തെടുക്കുക. ഇതൊന്നും വാഷ് ചെയ്താൽ കളർ പോകുന്ന ടൈപ്പ് ഫാബ്രിക്സ് അല്ല. ആ ഒരു ഫീലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഫാബ്രിക്കുമാണ്. എന്നിട്ട് ഇതിൽ മൾട്ടി കളേർഡ് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ലെവൻഡറിന്റെ പോലത്തെ ഒരു ഷെയ്ഡില് വർക്ക് സെയിം. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ബോർഡർ എംബ്രോയിഡറി. ഇതിൽ റെഡും ഡാർക്ക് ഒരു ബർഗൻഡി മെറൂണൻ ടോണിലാണ് ഫ്ലവർ വന്നിരിക്കുന്നത്. ഗ്രീൻ ടോണൽ ലീഫും ആ സെയിം കോംബോ തന്നെയാണ് യോക്കിലെ എംബ്രോയിഡറി വർക്കും വന്നിരിക്കുക. കോട്ടൺ ബോട്ടം. അടുത്ത ഷെയ്ഡ് ഒരു പേസ്റ്റൽ ടോണിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. പേസ്റ്റൽ ഗ്രീനിന്റെ ഒരു സഫയർ ഗ്രീൻ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു പേസ്റ്റൽ ടോൺ. അതിന്റെ ഒരു പേസ്റ്റൽ ടോൺ, റൗണ്ട് നെക്ക്, മൾട്ടി കളേർഡ് എംബ്രോയിഡറി. ഇതിൽ പീച്ച് റെഡും കോമ്പിനേഷൻസ് ആണ് എംബ്രോയിഡറിയിൽ കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയിലും ഫുൾ, അതായത് തിക്ക് ബോർഡർ, ബാലൻസ് ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക്സ്. സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. ഗ്രീൻ ഷെയ്ഡിലാണ് ആ സ്കാലപ്പ് ചെയ്തേക്കുക. ഈ ഒരു കൈൻഡ് ഓഫ് ബോട്ടം. സോ അപ്പം ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത്. ഇതിൽ വന്നിട്ടുണ്ട് എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി കോമ്പിനേഷൻസ് ആണ്. ഒരേ കോമ്പിനേഷൻസ് അല്ല കൊടുത്തേക്കുന്നത്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുന്നത്. ഇതിലൊരു ലെവൻഡറും വയലറ്റും കോമ്പിനേഷൻ ആണ് ആ ഒരു എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുന്നത്. ലീഫിൽ ഓൾവേസ് ഗ്രീൻ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഗ്രീൻ തന്നെ കൊടുത്തേക്കുന്നു. ബാക്കിയെല്ലാം സെയിം സ്പെസിഫിക്കേഷൻ. ഗുജു സിൽക്ക് ഫാബ്രിക് ആണ്. എന്നാൽ ഭയങ്കര സിൽക്കിന്റെ ഭയങ്കരമായിട്ടുള്ള കട്ടിയില്ല. കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കും. അതിൽ വന്നിട്ട് ഇതുപോലെ എംബ്രോയിഡറി വിത്ത് കട്ട് വർക്ക്, ഷിഫ്ലി കൈൻഡ് എംബ്രോയിഡറിയും കട്ട് വർക്കും ആണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ്, ബോർഡർ എംബ്രോയിഡറി വർക്ക്, ബാലൻസ് ഏരിയയിലോട്ടും ലൈറ്റ് ആയിട്ട് 2 കോമ്പിനേഷൻസിൽ ഫ്ലവർ വർക്ക് വരുന്നുണ്ട്. ഇതിന് റേറ്റ് 1380, 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഈ കളക്ഷൻസ് ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇത് വാഷ് ചെയ്തും റെഗുലർ വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. ഇത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക്